സംസ്ഥാനത്തെ മരുന്ന് ക്ഷാമം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. മരുന്ന് ഇല്ലെന്നത് വസ്തുതകൾക്ക് നിരക്കാത്തതെന്ന് ആരോഗ്യമന്ത്രി മറുപടി നൽകി. അതേസമയം ചോദ്യങ്ങൾക്കല്ല മന്ത്രി മറുപടി നൽകുന്നത് എന്ന് പ്രതിപക്ഷ നേതാവും കുറ്റപ്പെടുത്തി. സപ്ലൈകോയിലെ വില വർധനവ് അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ പരിശോധിക്കുന്നതായി ഭക്ഷ്യമന്ത്രി ജി.ആർ. അനിൽ നിയമസഭയെ അറിയിച്ചു. സർക്കാർ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് കൃത്യമായി മരുന്ന് ലഭിക്കുന്നില്ലെന്ന ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചു. അനൂപ് ജേക്കബ് MLA ആണ് വിഷയം സഭയിൽ ഉന്നയിച്ചത്. സാർ, ജീവൻ രക്ഷാ മരുന്നുകൾ പോലും ലഭ്യമല്ലാത്ത സാഹചര്യം ഇന്ന് സർക്കാർ ആശുപത്രികൾ നിലനിൽക്കുന്നു. ഒപ്പം തന്നെ സാർ, ജനറൽ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും വിവിധ പരിശോധനകൾക്കായി രോഗികളെ പുറത്തേക്കാണ് റെഫർ ചെയ്യുന്നത്. അതേസമയം പ്രതിപക്ഷ ആരോപണത്തെ പൂർണ്ണമായും തള്ളുകയായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ്. സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. ആശുപത്രികളിൽ മരുന്നിന്റെ ലഭ്യത ഉറപ്പുവരുത്താൻ KMSEL-നെ നിർദ്ദേശം നൽകിയെന്നും ആരോഗ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. സർ, KMCL വഴി ലഭ്യമാകുന്ന എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് പ്രകാരമുള്ള മരുന്നുകൾ കുറവുണ്ടാകുന്ന സ്ഥാപനങ്ങളിൽ അവരുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ലഭ്യതക്കുറവ് പരിഹരിക്കുന്നതിനുള്ള നടപടികളും സമയബന്ധിതമായി നടപ്പാക്കി വരുന്നു. ഒരു സാമ്പത്തിക വർഷത്തേക്ക് മരുന്നുകളുടെ ആവശ്യകത കണക്കാക്കി മുൻ സാമ്പത്തിക വർഷം തന്നെ സംസ്ഥാനത്തുള്ള എല്ലാ ആശുപത്രികളും ഇന്റന്റ് തയ്യാറാക്കി KMCL-ന് നൽകുകയും മരുന്ന് സംഭരണം സംബന്ധിച്ച കലണ്ടർ പ്രകാരം നടപടിക്രമങ്ങൾ പാലിച്ച് സുതാര്യമായ ടെൻഡർ നടപടികളിലൂടെ മരുന്ന് ബന്ധപ്പെട്ട ആരോഗ്യ സ്ഥാപനങ്ങളിൽ എത്തിക്കുന്നതിനുള്ള വിപുലമായ സംവിധാനം KMCL ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മരുന്നില്ലാത്ത കാര്യം ആരോഗ്യമന്ത്രിക്കൊഴികെ എല്ലാവർക്കും അറിയാമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. നിലവിലുണ്ടായിരുന്ന സിസ്റ്റം ഫെയിൽ ചെയ്ത് ആശുപത്രികളിൽ മരുന്ന് ലഭ്യമായിട്ടില്ല. മാത്രമല്ല, കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വരെ കത്തിച്ചു കളയേണ്ട മരുന്നാണ്, നശിപ്പിച്ചു കളയേണ്ട മരുന്നാണ് ഈ ആശുപത്രികളിലൂടെ വിതരണം നടത്തിയെന്ന് C&AG റിപ്പോർട്ട് വരെ സാർ വന്നിരിക്കുന്നു. ഇവിടെ മരുന്നുകളില്ല എന്ന് മുഴുവൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു, രോഗികൾ റിപ്പോർട്ട് ചെയ്തു, ജനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മരുന്നില്ല, മരുന്ന് എല്ലായിടത്തും ആവശ്യമായ മരുന്നുണ്ട് എന്ന് പറയുന്നത് മന്ത്രി മാത്രമാണ്. കേരളീയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയും മറുപടി പറഞ്ഞു. മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പോടുകൂടി അടുത്ത വർഷത്തെ കേരളീയം നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സപ്ലൈകോയിലെ വിലവർധനവ് അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ പരിശോധിക്കുന്നതായി മന്ത്രി G.R. അനിലും നിയമസഭയിൽ അറിയിച്ചു. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചതായും ഭക്ഷ്യസപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിക്കുന്നത് വിലക്കയറ്റം രൂക്ഷമാക്കുന്നുവെന്നും ഭക്ഷ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.